നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഇന്ന് ആരംഭിക്കുകയാണ്. ടെസ്റ്റ് പരമ്പര നമ്മൾ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഏകദിന പരമ്പര വിജയിച്ചേ പറ്റൂ. ഏകദിന പരമ്പരയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും രോഹിത്തും കോഹ്ലിയും ഉണ്ട് എന്നുള്ളത് വലിയൊരു ആത്മവിശ്വാസം സമ്മാനിക്കും. ഓസ്ട്രേലിയ പോയപ്പോൾ ഏകദിന പരമ്പര തോറ്റിരുന്നു, പക്ഷേ അവസാന മത്സരത്തിൽ പൊളിച്ചടുക്കിയിരുന്നു റോക്കോ എന്ന കാര്യം മറക്കണ്ട. അപ്പോൾ അവരുടെ മികവ് നമ്മളിന്നും പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇന്ന് നായകനായിട്ട് KL രാഹുലാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. ശുഭൻ ഗിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നേച്ചുറൽ റീപ്ലേസ്മെൻറ്റ് യശസ്വി ജയ്സ്വാൾ തന്നെയായിരിക്കും. അപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിനെ കളിപ്പിക്കുമെന്ന ചോദ്യമുണ്ട്. നമ്പർ 4 ശ്രേയസ് അയ്യർ പരിക്കേറ്റ് പുറത്താണല്ലോ. ഋഷഭ് പന്തോ ഋതുരാജ് ഗെയ്ക്വാദോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ഗെയ്ക്വാദ് വരികയാണെങ്കിൽ പന്ത് പ്ലേയിങ് 11 ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ 2 ഓൾറൗണ്ടേഴ്സിനെ പ്ലേയിങ് 11 ഉൾപ്പെടുത്താനുള്ള ശ്രമമുണ്ടാകും. അപ്പം ഒന്ന് സ്വാഭാവികമായിട്ടും വാഷിംഗ്ടൺ സുന്ദറാണ്. അതോ പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിക്കും പ്ലേയിങ് 11 അവസരം ലഭിച്ചേക്കും. അങ്ങനെയെങ്കിൽ നമ്പർ 8 മോശമില്ലാത്തൊരു ബാറ്റർ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബബിൾ 11 നമ്മൾ നോക്കുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഋതുരാജ് ഗെയ്ക്വാദ് ഓർ ഋഷഭ് പന്ത്. അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഋതു വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ നമ്പർ 5 KL രാഹുൽ, ദെൻ വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ. സ്വാഭാവികമായിട്ടും ജഡേജ കൂടി ചേരുമ്പോൾ നമുക്ക് 3 ഓൾറൗണ്ടർമാർ അവിടെ ഉണ്ടാകും. പിന്നെ പേസർമാരായിട്ട് ഹർഷിത് റാണയും അർഷ്ദീപ് സിംഗും പ്രസിദ്ധ് കൃഷ്ണയുമായിരിക്കും ഇന്നത്തെ പ്ലേയിങ് 11 ഉണ്ടാവുക. അതേസമയം മറുഭാഗത്ത് മർക്രം ഓപ്പണിംഗ് റോളിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്പർ 4 ആര് എന്നുള്ള ചോദ്യമുണ്ട്. ബ്രീഡ്സ്കെ വരാനുള്ള സാധ്യത തന്നെയാണ്. ടെമ്പ ബൗമ നമ്പർ 3 കളിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവരുടെ സൗത്ത് ആഫ്രിക്കയുടെ ഒരു പ്രോബബിൾ 11 പോവുകയാണെങ്കിൽ ഏഡൻ മർക്രം, ക്വിൻ്റൻ ഡി കോക്ക്, ടെമ്പ ബൗമ, മാത്യു ബ്രീഡ്സ്കെ, ഡേവൽ ഡുബ്രവിസ്, റോബിൻ ഹെർമൻ, മാർക്കോ യെൻസൻ, കോർബിൻ ബോഷ്, കേശവ് മഹാരാജ്, നാന്ദ്രെ ബർഗർ, ലുങ്കി ഇങ്കീഡി. ഈ പിച്ചിൽ എന്ത് റൺസ് വരും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്നലെ അവിടുത്തെ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞത് 300 റൺസിന് മുകളിലുള്ളൊരു റൺസ് എന്തായാലും പിറക്കുമെന്നാണ്. ഇപ്പോൾ റാഞ്ചിയിലെ 6ാമത്തെ മാത്രം ഏകദിന മത്സരമാണ്. ഒരു 270, 280 എന്ന രൂപത്തിലുള്ള സ്കോർ വരികയാണെങ്കിൽ അത് ചേസബിൾ ആയിരിക്കും. അതിന് മുകളിലേക്കുള്ളൊരു റൺസാണ് എന്തായാലും പ്രതീക്ഷിക്കുന്നത്. മികച്ചൊരു തുടക്കം നമ്മുടെ കുട്ടികൾക്ക് ഈ സീരീസിൽ ഇടാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ ടോക്സ് എത്താം.